അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ആരാണ് യഥാർത്ഥ വിജയി? ഇറാനും ഇറാന്റെ പക്ഷക്കാരും വിജയം ഞങ്ങൾക്കാണെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ അഭിപ്രായം നേരെ തിരിച്ചാണ്. ഇതെങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം? ഈ യുദ്ധത്തിന് മുന്നേ ഇറാനെതിരെ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് വികസിപ്പിക്കുന്നുണ്ട്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു കാരണം. ഹോർമുസ് കടലെടുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സുഗമമായിട്ട് ഒരു തടസ്സവുമില്ലാതെ ദിവസവും നൂറുകണക്കിന് കപ്പലുകൾ ആ പാതയിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്. യുദ്ധം തുടങ്ങിയപ്പോഴാകട്ടെ വൻ ശക്തികളായ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ നേരിട്ടത് ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചിട്ടാണ്. പുകൾപെറ്റ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തികളാകുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രം നോക്കി ആക്രമിക്കുന്നു. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചത് ഹോർമുസ് കടലിടുക്ക്. ഇതുവരെയും സുഗമമായിട്ട് കച്ചവടം നടന്നിരുന്ന ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചതോട് കൂടിയിട്ടാണ്. മറുപടി എന്നോണം ഇറാനിൽ നിന്നും അല്ലെങ്കിൽ ഇറാന്റെ ഫ്രണ്ട്ലി രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ തടയാനായിട്ട് അമേരിക്കയും ഉപരോധം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് നിലവിൽ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു 30-40 ദിവസം ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ലോകത്തെ മൊത്തം സിസ്റ്റം തകരാറിലാകും എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ഈ ഒരു കരാറിലേക്ക് അവസാനം അമേരിക്ക എത്തുന്നത് പോലും. നിലവിൽ അമേരിക്കയും ഇസ്രായേലും സൈൻ ചെയ്തിട്ടുള്ള ഒരു ധാരണാപത്രം മാത്രമാണ്. 60 ദിവസത്തിനുള്ളിലാണ് ഫൈനൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുക. ഈ ധാരണാപത്രം പ്രകാരം മാത്രം ലെബനൻ ഉൾപ്പെടെയുള്ള സകല മേഖലകളിലെയും സൈനിക പ്രവർത്തനങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും നിർത്തലാക്കും, അതായത് ഇസ്രായേലും നിർത്തലാക്കും. അതേപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ ഈ ഹോർമുസ് കടലിടുക്കിലൊക്കെയുള്ള അമേരിക്കയുടെ ഉപരോധം അമേരിക്ക പിൻവലിക്കും. ഫൈനൽ അഗ്രിമെന്റിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് അമേരിക്കൻ സേനകളെയും ഇറാന്റെ ഭാഗത്തുള്ള അമേരിക്കൻ സേനകളെയും പിൻവലിക്കും. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ ഫൈനൽ അഗ്രിമെന്റ് വരുന്നത് വരെ യാതൊരുവിധ ടോളോ കാര്യങ്ങളോ ഇറാൻ എന്ത് ചെയ്യില്ല, ഏർപ്പാടാക്കൂല. ഇങ്ങനെ ഒരു ടോളും സംഭവങ്ങളും മുന്നേ ഉണ്ടായിരുന്നില്ല, മുന്നേ തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് 60 ദിവസം വരെ പറയുന്നുള്ളൂ. ഫൈനൽ അഗ്രിമെന്റ് വന്നാൽ എന്തുണ്ടാവും എന്ന് പറയുന്നില്ല. ഇറാന് സാമ്പത്തിക സഹായമായിട്ട് $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനിൽ നടത്തും. അതേപോലെ തന്നെ ഇറാന്റെ ഉപരോധങ്ങൾ, അത് ഈ ഫൈനൽ അഗ്രിമെന്റ് വന്നാലാണ് ഫൈനലായിട്ട് തീരുമാനം ഉണ്ടാവുക. പക്ഷെ ഇറാനെതിരെയുള്ള കംപ്ലീറ്റ് ഉപരോധങ്ങളും നിർത്തലാക്കും. അതുപോലെ തന്നെ ഇറാന്റെ കുറെ ഫണ്ടുകൾ യുഎസിലും യൂറോപ്പിലൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ ഫൈനൽ അഗ്രിമെന്റോട് കൂടിയിട്ട് അത് ഇറാന് വിട്ടുകൊടുക്കും. പകരം ഇറാൻ അണുവായുധ നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണത്തിനുള്ള ശ്രമം ഇറാൻ നിർത്തലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആർക്കും തോന്നും, ഈവൻ ഈ അടുത്ത് G7 ട്രംപ് വരെ പറഞ്ഞു എന്തുകൊണ്ട് ഇറാന് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കിക്കൂടാ, മറ്റുള്ളവർക്കൊക്കെ അത് നിർമ്മിക്കാം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കഞ്ഞി കുടിക്കുന്ന ആർക്കും ഇത് ഇറാന് അനുയോജ്യമായിട്ടാണ് ഈ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഇതിൽ അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.